ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. ഇന്ന് ഞാൻ എന്താ കറി ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ചൂരമീൻ കിട്ടിയത്. അപ്പം നമുക്ക് ചൂരമീൻ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മീൻ മുളകിട്ടത് ഉണ്ടാക്കിയാലോ. അപ്പം നല്ല കളർഫുള്ളായിട്ടുള്ളൊരു മീൻ കറി ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം, വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചൂരമീൻ കറിയും പയറുമെഴുക്കുവരട്ടിയും ചെമ്മീൻ റോസ്റ്റുമാണ്. ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എങ്ങനെയുണ്ടെന്നുള്ളത് ഫീഡ്ബാക്കും പറയണേ. അപ്പം ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും പിന്നെ ഉലുവയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ പച്ചമണം മാറുന്നിടം വരെ നല്ല പോലെ വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് കീറിയതാണ്, 2-3 പച്ചമുളക് കീറിയതാണ്. അപ്പോൾ പച്ചമുളകും നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല എരിവുള്ള മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ട്, അപ്പോൾ നല്ല കളറുണ്ടാവും മീൻ കറിക്ക്. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വേഗം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്, പൊടികൾ നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3-4 എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് പുളിക്കുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനും ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളി എരിഞ്ഞു വെച്ചത് ചേർക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചൂരമീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊരു അത്യാവശ്യം ഇത്തിരി വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പം എല്ലാ മീനും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ മീഡിയം തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂരമീൻ നല്ലപോലെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ കറി റെഡിയായി. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമ്മുടെ ഓണം റെസിപ്പീസൊക്കെ വരാനുണ്ട്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തതിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.